കൗതുകവും ചിന്തയും ഉണർത്തി ചാന്ദ്രയാൻ വിശേഷങ്ങൾ പങ്കുവച്ച് GSLV പ്രൊജക്ട് മാനേജർ വി സനോജ്. അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുക്കിയ സംവാദ സദസ്സിലാണ് ചാന്ദ്രയാൻ ദൗത്യ സംഘാംഗം വി സനോജ് കുട്ടികളുമായി സംവദിച്ചത്. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ഒരു റോക്കറ്റിന് എന്ത് വലിപ്പമുണ്ടാകും? എല്ലാവർക്കും ബഹിരാകാശ യാത്ര സാധ്യമാണോ? ISROയിൽ ജോലി കിട്ടാൻ എന്ത് പഠിക്കണം? കുഞ്ഞു മനസ്സിലെ വലിയ ചോദ്യങ്ങൾക്ക് തന്റെ അനുഭവങ്ങളുടെ സാക്ഷ്യത്തിൽ മറുപടി നൽകുകയായിരുന്നു ISRO ജീവനക്കാരനും GSLV Mark III പ്രൊജക്ട് മാനേജറുമായ വി സനോജ്. ഒരു ശാസ്ത്രജ്ഞനാകാനുള്ള ആദ്യ തയ്യാറെടുപ്പ് തന്റെ ചുറ്റുപാടുകളെ സസൂക്ഷ്മം നിരീക്ഷിക്കലാണെന്ന് അദ്ദേഹം പറഞ്ഞു. നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഉത്തരവാദിത്തം. പരാജയപ്പെടുമ്പോഴാണ് നമ്മുടെ കൂടെ നിൽക്കാൻ ആളുകൾ വരേണ്ടത്. കാരണം ഇന്നലെ ജയിച്ചവരും നാളെ വീണ്ടും ജയിക്കേണ്ടവരുമാണവർ. ചാന്ദ്രയാൻ 3ന്റെ വിജയരഹസ്യം ഇത്തരം പ്രയോജനങ്ങൾ കൂടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ കുടിക്കുന്ന മിനറൽ വാട്ടർ ബോട്ടിലില്ലേ, അതിൽ ഒരു ലിറ്റർ വെള്ളത്തിന് ഏകദേശം 1 കിലോഗ്രാം ഭാരമുണ്ട്. ഏകദേശം നമ്മുടെ PSLV റോക്കറ്റിന് ഏകദേശം 300 ടണ്ണാണ് ഭാരം. 300 ടൺ എന്ന് പറഞ്ഞാൽ 300 എന്ന് എഴുതിയിട്ട് അതിൻ്റെ കൂടെ 3 പൂജ്യം കൂടി ഇടുന്ന കിലോഗ്രാമാണ് അതിൻ്റെ ഭാരം. അപ്പോൾ ആലോചിച്ച് നോക്കി ആ റോക്കറ്റിൻ്റെ ഭാരം എത്രയാണ്. അപ്പം ഇത്രയും വലിയ സാധനം നമുക്ക് ഒറ്റയടിക്ക് നമ്മൾ എന്താ പറയുക, നമ്മളിങ്ങനെ പുട്ടുണ്ടാക്കുന്നവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മളതിൻ്റെ കുറേ ഭാഗങ്ങളാക്കി നമ്മൾ ബിൽഡിംഗ് ബ്ലോക്ക് ചെയ്യുന്നില്ല. നമ്മൾ ചില ബിൽഡിംഗ് ബ്ലോക്ക് വെച്ച് നമ്മൾ ചില സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ചില സാധനങ്ങൾ ചേർത്ത് വെച്ച് അതേപോലെ റോക്കറ്റിൻ്റെ പല ഭാഗങ്ങൾ ഉണ്ടാക്കി അത് പല സ്ഥലങ്ങളായിരിക്കും ഉണ്ടാക്കണം. അതെല്ലാം എവിടെയാണോ നമ്മൾ വിക്ഷേപണം ചെയ്യുന്നത്, നമ്മളിപ്പോൾ ശ്രീഹരിക്കോട്ടയാണ് നമ്മൾ വിക്ഷേപണം ചെയ്യുന്നത്, അവിടത്തേക്ക് റോഡ് മാർഗവും അതുപോലെ പല മാർഗ്ഗങ്ങളും കൊണ്ടുവന്ന് ഈ ഓരോരോ ഭാഗങ്ങൾ ഓരോന്നിനും കൂടെ യോജിപ്പിച്ച് ചിലപ്പോൾ 1 മീറ്റർ ഉയരമായിരിക്കും അല്ലെങ്കിൽ 2 മീറ്റർ ഉയരമായിരിക്കും. അപ്പോൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് യോജിപ്പിച്ചാണ് ഏകദേശം നമ്മൾ 42 മീറ്റർ ഉയരം ഉണ്ടാക്കിയെടുക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഒരുക്കിയ സംവാദത്തിൽ ഹെഡ് മാസ്റ്റർ വി മോഹനൻ അധ്യക്ഷനായി. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് നൌഷാദ് കൊത്തിക്കാൽ, ട്രഷറർ A ഹമീദ് ഹാജി, PTA പ്രസിഡന്റ് ജാഫർ പാലായി, SMC ചെയർമാൻ ഷഫീഖ് ആവിക്കൽ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ വൈസ് പ്രസിഡന്റ് K മണികണ്ഠൻ, KG സജീവൻ, P നനിഷ, സീനിയർ അധ്യാപിക C സുലേഖ, സ്റ്റാഫ് സെക്രട്ടറി K സജിത, P ധന്യ, P പ്രസീത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.